ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റിന് ഇന്നാണ് തുടക്കമായത്. ഇപ്പോഴത്തെ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ഓൾ ഔട്ടായിരിക്കുകയാണ്. ഇന്ത്യ മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് അശ്വിനും കുൽദീപ് യാദവും രണ്ടുപേരും കൂടി ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ടു. ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഞ്ചാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് നാണം കെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. കുൽദീപ് മികച്ച ബൗളിംഗ് ആണെന്ന് പുറത്തെടുത്തത്. 5 വിക്കറ്റാണ് താരമെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അശ്വിൻ 4 വിക്കറ്റ് നേടി. ഇതോടുകൂടി ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. 218 റൺസ് മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. ഇത്രയും വേഗത്തിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. അഞ്ചാം ടെസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവസാനിക്കും. ഇന്ത്യ ഈ ടെസ്റ്റും ജയിക്കുമെന്നത് ഉറപ്പാണ്. ഓൾറെഡി ഇന്ത്യ ടെസ്റ്റ് പരമ്പര നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് വെറും ചടങ്ങ് മാത്രമാണ്. ഇംഗ്ലണ്ടിന് ഇന്ത്യയുടെ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. അത്രയും മികച്ച രീതിയിലാണ് ഇന്ത്യൻ ബൗളേഴ്സ് ബോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും ഓപ്പണിങ്ങിൽ അടിച്ചു കളിച്ചു. ജയ്സ്വാൾ ടെസ്റ്റിൽ ഏകദിനം പോലെയാണ് ഇന്ന് കളിച്ചത്. 58 ബോളിൽ 57 റൺസ് ജയ്സ്വാൾ എടുത്തിട്ടുണ്ടായിരുന്നു. രോഹിത്തും ജയ്സ്വാളും കൂടി ഇന്ത്യക്ക് നല്ലൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് സമ്മാനിച്ചത്. ജയ്സ്വാൾ പോയ ശേഷം വന്നത് ഗില്ലായിരുന്നു. പിന്നീട് ഗില്ലും രോഹിത് ശർമ്മയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ രോഹിത് ശർമ്മ 50 അടിച്ചിട്ടുണ്ട്. 52 റൺസാണ് രോഹിത് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ അഞ്ചാം ടെസ്റ്റിന്റെ ആദ്യ ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ഇന്ത്യ 135 റൺസിൽ 1 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. ഇന്ത്യ ട്രയൽ ബൈ 83 റൺസ്. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 400+ റൺസ് കടക്കുമെന്നത് ഉറപ്പാണ്. അത്ര മികച്ച രീതിയിലാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ റൺസ് മറികടന്ന് ഇന്ത്യ വളരെ മികച്ച വിജയമായിരിക്കും ഈ ടെസ്റ്റിൽ നേടുന്നത്. നല്ലൊരു ലീഡ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.